വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവരെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡെസേർട്ടാണ് കേട്ടോ ഈ അറേബ്യൻ പുഡിങ്. അപ്പോൾ ബ്രെഡും കസ്റ്റേർഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ലിറ്ററോളം പാലെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് കുറുകി വരുന്ന സമയത്ത് മധുരത്തിന് ആവശ്യത്തിന് ഞാനൊരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു മിക്സ് ആറുന്ന സമയത്ത് നമുക്ക് വേറൊരു ചെറിയ പണിയും കൂടി ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രഷ് ക്രീം ഏതെങ്കിലും ഒരു കമ്പനിയുടെ എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാരയും ഒരു 2 തുള്ളി വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ പണി എളുപ്പമാണ്. നമുക്ക് ഇതെല്ലാം ഒന്ന് ലെയർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഫ്രഷ് ക്രീമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ചതുരത്തിൽ ട്രേ എടുക്കുക. അതിലേക്ക് നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് പിന്നെ നട്ട്സൊക്കെ പൊടിച്ച് ലെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതുപോലെ 2 ലെയർ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഈ കസ്റ്റേർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിരുന്നല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മീതെ കുറച്ച് നട്ട്സും കൂടി ക്രഷ് ചെയ്തതാണ് കേട്ടോ. അതും കൂടി പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം ഒരു 2 ഹവേഴ്സെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചിട്ട് ഈ ഡെസേർട്ട് ഉപയോഗിക്കണം കേട്ടോ. എന്നാലേ അത് കറക്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ഡെസേർട്ടാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബായ്.